അക്കൗണ്ട് ഹെഡും അക്കൗണ്ട് ഗ്രൂപ്പും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നോക്കാം നമുക്ക്. ഇവിടെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി എന്ന് പറയുന്ന 4 ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾക്കിപ്പോൾ ഇന്നൊരു എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സൈഡിലൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഞാനൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ സൈഡിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണോ നമുക്കൊരു അക്കൗണ്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിനെ ആദ്യം ക്ലിക്ക് ചെയ്യുക. താഴെ ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഗ്രൂപ്പ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിരിക്കും വരുന്നത്. അതെന്തുകൊണ്ട് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നു, അത് ഇവിടെ അക്കൗണ്ട് ഹെഡ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്കൗണ്ട് നെയിം ആവും. ആദ്യം ഡിഫോൾട്ട് ഓപ്ഷൻ കിടക്കുന്നത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് ഹെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അക്കൗണ്ട് ഹെഡിലേക്ക് മാറ്റാവുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹെഡ് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴെ ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് അത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത് സിസ്റ്റം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഹെഡാണ് വേണ്ടതെങ്കിൽ ഇവിടെ അക്കൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അക്കൗണ്ട് നെയിമിന് ആ ലേബൽ മാറിയിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ ഈ ടിക്ക് വേണ്ട, അപ്പോൾ ക്രിയേറ്റ് ആവുന്നത് ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അക്കൗണ്ട് ഹെഡാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ട് ഹെഡ് ക്ലിക്ക് ചെയ്തു. ഞാനൊരു ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫെസ്റ്റിവൽ അലവൻസ് ഹെഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്തു. അതിന് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എക്സ്പെൻസുകൾക്കും ഇൻകത്തിനും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. ദെൻ അക്കൗണ്ട് സെറ്റിങ്സ്, ഈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അഡ്രസ്സ്, ഫോൺ നമ്പർ, മൊബൈൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഏതെങ്കിലും ഡെപ്റ്റേഴ്സിനെയോ ക്രെഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരു ഹെഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കിവിടെ ആവശ്യം വരുന്നത്. ദെൻ ഇതിൻ്റെ ടാക്സ് പെർസെൻറ്റേജ്, ഏതെങ്കിലും GST ഉള്ള എന്തെങ്കിലും ഹെഡാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫ്രൈറ്റ് ചാർജസിന് നമുക്ക് GST ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ GST പെർസെൻറ്റേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹെഡിന് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഹെഡ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹെഡ് വെറുതെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫെസ്റ്റിവൽ അലവൻസ്. എനിക്കിപ്പോൾ A എന്ന് പറയുന്ന ലെറ്റർ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. A ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നു. ഒരു ടാബ് പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹെഡിനെ അത് തിരിച്ച് ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ അത് സ്മോൾ ലെറ്റർ A ആയി മാറിപ്പോയത്. അപ്പോൾ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണോ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞൊരു ടാബ് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ബോക്സിലേക്ക് പോകും. ദെൻ സേവ് ചെയ്യുക. അത് ചേഞ്ച് ആയി. ഇനി ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, താഴെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ബേസിക്കലി ഒരു അക്കൗണ്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.